പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിങ്കളാഴ്ച ദിനത്തില് ഈ ഒരു ദിനം വലിയൊരു ബ്ലെസ്സിംഗ് ആയി മാറട്ടെ. മലാക്കി 4:1 കർത്താവ് അരുൾ ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ആ ദിനം അവരുടെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം, വേരോ ശാഖ പോലെ അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ദൈവമായ കർത്താവിന്റെ വചനം ചിലപ്പോഴൊക്കെ നമുക്ക് എന്തിന്റെ പേരിൽ നമുക്ക് തന്നെ തോന്നാറില്ല, എന്തിന്റെ പേരിൽ ഞാൻ അഹങ്കരിക്കുന്നേ, എന്തിന്റെ പേരിലാണ് ഞാൻ ദുഷ്ടത പ്രവർത്തിക്കുന്നേ, എന്തിന്റെ പേരിൽ ഞാൻ അവിശ്വസ്തത കാണിക്കുന്നേ. പ്രിയ സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടതായ ഒരു വ്യക്തിയല്ലേ സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവമേ എനിക്കൊരു തിരിച്ചറിവ് നൽകണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഞാൻ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ അവിശ്വാസ പീഡ, പ്രത്യേകിച്ച് നിരീശ്വര ചിന്ത ഈ കാലഘട്ടത്തിൽ അച്ഛൻ കണ്ടിട്ടുള്ള വലിയൊരു തിന്മയാണ്. കുഞ്ഞുങ്ങളിലും യുവതിയുവാക്കന്മാരിലും മുതിർന്നവരിലൊക്കെ ഒരുപോലെ നിരീശ്വര ചിന്ത കയറിയിരിക്കും. എന്തിനാണ് ഈ നിരീശ്വര ചിന്ത പലപ്പോഴും കയറിയിട്ട് ഏതെങ്കിലുമൊക്കെ ചില പാപത്തെ ന്യായീകരിക്കാൻ. പാപം ചെയ്യുക എന്നുള്ളത് എല്ലാ മനുഷ്യരും പാപികളാണ് പ്രിയ സഹോദരങ്ങളെ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ നിരീശ്വര ചിന്തകളും മറ്റൊക്കെ കയറിയിട്ട് പലപ്പോഴും അച്ഛൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെങ്കിൽ, അവര് പിന്നീടൊക്കെ വരും, അച്ഛാ ഞാൻ അന്ന് നിരീശ്വര ചിന്ത എന്നൊക്കെ പറഞ്ഞിരുന്നത് അതൊരു ബുദ്ധിയുടെ അന്ധകാരവും അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ചില സ്വകാര്യ പാപ മേഖലകളെ എനിക്ക് തന്നെ ന്യായീകരിക്കാനായിട്ട്, ആ പാപത്തിൽ സുഖം കണ്ടെത്താനൊക്കെ ആയിട്ടാണ് ഞാൻ ചിലപ്പോഴെങ്കിലും ഈ ന്യായവാദങ്ങളൊക്കെ എൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്ന അനേകം മക്കളെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്പിരിറ്റ് അഹങ്കാരത്തിൻ്റെ, നിരീശ്വര ചിന്തയുടെ ഒന്നാമത്തെ അതിനോട് ചേർന്ന് പോകുന്ന ഒരു സ്പിരിറ്റാണ് അഹങ്കാരത്തിൻ്റെ. മൂലപാപങ്ങളിൽ ഒന്നാമത്തേതാണ് അഹങ്കാരം എന്ന് അറിയാമല്ലോ അല്ലേ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് അങ്ങനെയുള്ള അരൂപികളിൽ നിന്ന് ഇതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതെല്ലാം നാശമടയും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വചനത്തിന്റെ ഉൾപ്പെടെ മനസ്സിലാക്കി വിവേകത്തോടും കൃപയിലും ജീവിക്കാൻ, ഞാൻ ഈ ജീവിതത്തിൽ ഒരു നാൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വാഴക്കൃഷിക്കാരൊക്കെ നമുക്ക് ഇന്നേ ദിനത്തിൽ ഓർക്കാം കേട്ടോ. വാഴക്കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു നന്മ നിറഞ്ഞ ചൊല്ലി പ്രാർത്ഥിച്ചേക്കണം. പാവങ്ങൾ പ്രത്യേകിച്ച് ഓണത്തിന്റെ സീസണൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാലോ, ഒരു 1000 വാഴ നട്ടവര്, 100 വാഴ നട്ടവര്, ഒരു കാറ്റ് വന്നു കഴിഞ്ഞ് പോയി എന്തായിരിക്കും അവരുടെ അധ്വാനം അല്ലേ. നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നല്ല വിലയൊക്കെ അവർക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ഈശോയെ, ഞങ്ങള് പ്രത്യേകമായിട്ട് ഇന്നേ ദിനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളിലും വരും കർത്താവിന്റെ കരുണ വർഷിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.